ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹീലിങ്ങിനായിട്ടുള്ള ബ്രേസ്ലെറ്റ് ആവശ്യമുണ്ട്, മണി ആയിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഓക്കെ, ഹീലിങ്ങിന് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പുതുവർഷം സ്റ്റാർട്ടാവാൻ പോവാണ്. അപ്പം നിങ്ങൾ ഈ ഒരു വർഷം ഉണ്ടായിട്ടുള്ള നല്ല നല്ല ഭാഗ്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ നമ്മളിപ്പം നമ്മുടെ ലൈഫിൽ തന്നെ പല മാറ്റങ്ങളും നമ്മൾ വരുത്തുമല്ലോ. നമ്മൾ തീരുമാനം എടുത്ത് ചിലപ്പോൾ നമ്മളുടെ മോശം ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ വർഷം ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കൂടുതലും എൻ്റെ പ്രഗ്നൻസി ഡേയ്സ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല എൻ്റെ ഓരോ കാര്യങ്ങളും. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആവാനുണ്ട്. ഞാൻ അതൊക്കെ ഒരു ജേർണലായിട്ട് എഴുതി വെച്ച് ദെൻ നെക്സ്റ്റ് ഇയറിൽ ഓക്കെ, അതിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോനകത്ത് ഞാൻ ഈ വർഷം എത്രയൊക്കെ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ പോയെങ്കിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഈ ഒരു വർഷത്തിലെ കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് അതുപോലെ ഷെയർ ചെയ്യാവുന്നതാണ് കമൻസിനകത്ത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്? സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. 10 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. Six of Pentacles, Four of Cups, Seven of Swords, King of Pentacles, Hanged Man, Lovers, Nine of Cups, Six of Cups, Five of Pentacles, ഡെക്ക് കാർഡ് ആൻഡ് നൈറ്റ് ഓഫ് പെൻഡക്കിൾ കേട്ടോ. അപ്പോൾ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ ഫീലിങ്സിൻ്റെ എനർജി നോക്കുന്ന സമയത്ത് ഇവിടെ 10 ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ട് മാറി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി, ആൻഡ് അവർക്ക് പെയിൻഫുൾ തന്നെയാണ്. നിങ്ങളെ വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് പെയിൻഫുൾ തന്നെയാണ്. 5 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 6 ഓഫ് കപ്സ് വരുമ്പം അവരിപ്പോഴും പാസ്റ്റിൽ സ്റ്റക്ക് തന്നെയാണ്. ഒന്നും മറന്നിട്ടില്ല, ഒരു കാര്യങ്ങളും മറന്നിട്ടില്ല. ലവേഴ്സിൻ്റെ എനർജി വരുമ്പം നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്, മിസ്സിങ് എനർജി വരുന്നുണ്ട്. അതുപോലെ 6 ഓഫ് പെൻഡക്കിൾസ് വരുമ്പം ഒരുപാട് കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിങ്ങളടുത്ത് ഒരുപാട് ഫീലിങ്സ് വരുന്ന, ഇമോഷൻസ് വരുന്ന കാർഡ്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ പറയേണ്ട ഒരു കാർഡ് എന്ന് പറയുന്നത് ഹാങ്ഡ് മാൻ ആണ്. ഓക്കെ, കാരണം ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡിൻ്റെ മീനിങ് ഇപ്പോഴും അവർ പോസ് എനർജിയാണ്. ദാറ്റ് മീൻസ് അവർക്ക് എത്ര ഫീലിങ്സ് ഉണ്ടെങ്കിലും, എത്ര ഇമോഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളടുത്ത് അത് ഒരിക്കലും അവർ എക്സ്പ്രസ് ചെയ്യില്ല. അവരെ സംബന്ധിച്ച് അവരിങ്ങനെ അതിനെയെല്ലാം ചിലപ്പം ഇങ്ങനെ സ്റ്റക്കാക്കിയിട്ട് വെക്കുക, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ വെക്കുക. അത് അവർ ഷെയർ ചെയ്യാനൊന്നും തയ്യാറല്ല. ആഗ്രഹമുണ്ട്, പക്ഷെ ആക്ഷൻ എടുക്കാത്ത പോലുള്ളൊരു കറണ്ട് എനർജിയാണ് കാണുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഈ പേഴ്സണ് ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ മീൻസ് ഇനി പോകെ അവർക്ക് ഉറപ്പായിട്ടും ഒരു ചേഞ്ച് ഉണ്ടാകും. അതായത് ഒരു റീബർത്ത് അവർക്ക് ഉണ്ടാകും. പക്ഷേ ഈ റീബർത്ത് സംഭവിക്കണമെങ്കിൽ ഈ പേഴ്സൺ കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നു പോവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. മീൻസ് അവർ ചില സ്റ്റേജിലൂടെ കടന്നു ഉള്ളതായിട്ടുണ്ട്. ചിലപ്പം അവരുടെ ലൈഫിൽ എന്തെങ്കിലും സ്റ്റെബിലിറ്റിക്ക് ആയിരിക്കാം, അവരെന്തെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കാം. എന്തൊക്കെയോ സംതിങ് ലൈക്ക് അവർ എന്തൊക്കെയോ കാര്യങ്ങളിലൂടെ പോവേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അവസാനം മാത്രമാണ് അവർക്കൊരു റീബർത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സൺ വളരെയധികം ബോൾഡ് ആവേണ്ടതായിട്ടുണ്ട്. ബോൾഡ് മീൻസ് അവരൊന്ന് സ്ട്രെങ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പം എത്രയൊക്കെ ധൈര്യമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ബോൾഡ് ആണെന്ന് പറയുന്ന ഒരാളാണെങ്കിലും അവരുടെ സിറ്റുവേഷനിൽ അവർ ഭയങ്കര സ്റ്റക്കഡാണ്. സോ അതുകൊണ്ടാണ് ഈ പേഴ്സണ് നിങ്ങളടുത്തോട്ട് വരാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് കാര്യങ്ങളൊന്നും നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ മെയിൻ റീസൺ അതാണ്. ഓക്കെ, ഇവർക്ക് ഇപ്പം നമുക്ക് ഫീലിങ്സിലേക്ക് വരാം. നമ്മളുടെ ടോപ്പിക് അതാണ്. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിന് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള പാസ്റ്റിലെ ഒരുപാട് കാര്യങ്ങൾ, ഓക്കെ, മെമ്മറീസാണ്. നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതായിരിക്കാം, യാത്ര ചെയ്തതായിരിക്കാം, ഒരുപാട് സംസാരിച്ചതായിരിക്കാം, മെസ്സേജ്, അങ്ങനെ നമുക്ക് മെമ്മറീസ് ആയിട്ട് നമുക്ക് ഓർമ്മകൾ തരുന്ന കാര്യങ്ങൾ എന്താണോ അതിലവർ സ്റ്റക്കാണ്. ഓക്കെ, അതായത് അവർക്കത് ഭയങ്കരമായിട്ടും അവരെ ഈ ഒരു കാർഡ് പിക്ചർ എന്താണോ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ആ പേഴ്സൻ്റെ സംടൈംസ് ഉള്ള എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അത് പാസ്റ്റിൽ വളരെയധികം ഓർമ്മകൾ കാരണം ഡൗൺ എനർജി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അത് അവരുടെ ഫീലിങ്സ് ആണ്. ദാറ്റ് മീൻസ് അവർ ബാക്കിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ടൈം അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം അവർ ഓർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മിസ്സിങ് തന്നെയാണ്. ആൻഡ് 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എഗെയിൻ കൺഫർമേഷനാണ്. അവർ പാസ്റ്റിലെ കാര്യങ്ങൾ, നിങ്ങളുമായിട്ടുള്ള പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ആലോചിച്ചിരിക്കുന്നു. അതെല്ലാം അവർക്കൊരു മിസ്സിങ് തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളടുത്ത് ഒരുപാട് കാര്യം അവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുക, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ സ്റ്റേബിൾ അല്ലാത്ത എന്തെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ അത് നിങ്ങൾ ചിലപ്പം നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളത് ഷെയർ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും നിങ്ങളുടെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൂടാതെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിങ്ങനെ സർപ്രൈസ് ആയിട്ട് തരിക, അല്ലെങ്കിൽ തുറന്നു പറയുക, ഷെയറിങ് ആണ്. ഓക്കെ, ഷെയറിങ് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ ആഗ്രഹിക്കുന്ന റീസണും അവരുടെ മിസ്സിങ് എനർജി തന്നെയാണ്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഈ കാർഡ് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഈ ലവേഴ്സ് കാർഡ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് ഈ പേഴ്സണ് എന്നുള്ളത് കാണിച്ചു തരുന്നതാണ്. ഭയങ്കരമായിട്ടുള്ളൊരു ലവ് തോന്നുക, ഇതെല്ലാം മിസ്സിങ് എനർജിയാണ്. പേഴ്സൻ്റെ ഫീലിങ്സിനകത്ത് നമുക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം മിസ്സിങ് എനർജിയാണ്. ഇപ്പോൾ ഒരുപാട് സ്നേഹം ഇവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്, ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നുന്നുണ്ട്. നമ്മൾ ഈ പാർട്ട്ണറുടെ അടുത്ത് നമുക്കുണ്ടാവുന്ന ഫീലിങ്സ് എങ്ങനെയായിരിക്കും, സ്നേഹം എങ്ങനെയായിരിക്കും, അത് ഇവർക്ക് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ 7 ഓഫ് സോട്സിന് എനർജി വരുമ്പം ഇതിൽ അവരുടെ സിറ്റുവേഷൻ കാണിച്ചു തരുന്നുണ്ട്. അവർ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും, അല്ലെങ്കിൽ അവർ എത്രയൊക്കെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്യാണ്. ഓക്കെ, അത് അവരുടെ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. ഇവരിങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ഇവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. അപ്പം ഫൈനലി ഈ പേഴ്സൺ സ്റ്റക്കാണ്. ഓക്കെ, അപ്പം അതാണ് ഇപ്പം കറൻ്റ്ലി അവരുടെ ഒരു ആക്ഷൻ വരാത്തൊരവസ്ഥ കാണുന്നത്. നമുക്ക് ഫ്യൂച്ചർ റീഡിങ്സും എടുക്കാം കേട്ടോ. ഇനി കിങ് ഓഫ് പെൻറ്റക്കിൾസിന് എനർജി വന്നിട്ടുണ്ട്. ഇത് ഇവരുടെ ഒരു ഈഗോ, അവർക്ക് ഇപ്പോഴും ഒരു ഈഗോ ഉള്ളതുപോലെ കാണുന്നുണ്ട്. മീൻസ് ചിലപ്പം ഈഗോ ക്ലാഷസ് ആണ്. നിങ്ങൾ തമ്മിൽ ഫൈറ്റിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളെന്തെങ്കിലും ഇപ്പം നിങ്ങൾ ഒരുപാട് തവണ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഈ പേഴ്സൺ വിട്ടു തരുന്നില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അവരുടെ അടുത്ത് ആർഗ്യുമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരോട് ചിലപ്പം ഈ ഭീഷണി സ്വരത്തിലൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ പെയിൻ അവരെ അറിയിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളോ ആഗ്രഹിക്കില്ല ആ പേഴ്സണും എൻ്റെ ഒരു അവസ്ഥയിലൂടെ വരണം എന്നുള്ളതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കാം അവരുടെ ഒരു ഈഗോ എന്ന് പറയുന്നത്. മീൻസ് അവർക്ക് നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹമാണ്. നിങ്ങൾക്ക് തന്ന പ്രോമിസുകളൊക്കെ
അവർക്ക് സാധിച്ചു തരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇവിടെ. ദാറ്റ് മീൻസ് സർപ്രൈസ് തരിക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളതാണ്. ഓക്കെ, 10 ഓഫ് സോർട്സിൻ്റെ എനർജിയിൽ ഇവിടെ ഭയങ്കരമായിട്ടും പെയിൻഫുൾ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. മീൻസ് അവർക്ക് സിറ്റുവേഷനാണ്, അവരുടെ ചുറ്റിനും ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷനാണ് അവരെ ഇങ്ങനെ നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ അവരിപ്പം നിങ്ങളിൽ ഒരു സെപ്പറേഷനിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും അതൊരു സ്മൂത്ത് ഗോയിങ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് ഈ പേഴ്സൻ്റെ അവസ്ഥ വെച്ച് മാത്രമാണ് ആ പേഴ്സൺ അങ്ങനെ ചെയ്യണത്, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അറിയാമായിരിക്കുമല്ലോ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. 9 ഓഫ് കപ്സിൻ്റെ എനർജി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് ഒരുപാട് സ്നേഹം നിങ്ങളടുത്തുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ കപ്സുകളെല്ലാം സ്നേഹമാണ്. സോ ഈ പേഴ്സൺ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളടുത്ത്, അത് ഓപ്പൺ ആയിട്ട് അവർക്ക് കാണിക്കണമെന്നുണ്ട്, പക്ഷെ അവരത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒഴുകുന്ന സ്നേഹം, കൺട്രോൾഡ് അല്ലാത്തൊരു സ്നേഹം എന്നൊക്കെ ഇതിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നമുക്ക് സോഡിയാക് സൈൻ നോക്കാം. അക്യൂറസ് വന്നിട്ടുണ്ട്, മാസ് വന്നിട്ടുണ്ട്, ഏരിയസ് വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്, എഗെയിൻ ലിയോ വന്നിട്ടുണ്ട്, ടോറസ്, അക്യൂറസ് എഗെയിൻ വന്നിട്ടുണ്ട്, ഏരിയസ് എഗെയിൻ വന്നിട്ടുണ്ട്, ഏരിയസ് എഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ സോഡിയക് സൈനുള്ള ആളുകൾക്ക് ഇത് കൂടുതലായിട്ടും റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങൾ ലൈക്ക് ഓർ സബ് ചെയ്യാം. പിന്നെ നമ്മൾ ന്യൂമറോളജിക്കലി ഒരു നമ്പർ എപ്പോഴായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മാറ്റം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കണില്ല. ബിക്കോസ് ഈ പേഴ്സൻ്റെ ഒരു എനർജിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അവർ ആക്ഷൻ എടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായി കണ്ടതാണ്. സോ ഇത് എപ്പോഴായിരിക്കും നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മളിവിടെ നോക്കണില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റിസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.